ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് ഓപ്പൺ ചെയ്ത് സത്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ചാർട്ട് സെറ്റ് ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോ. ട്രേഡിംഗ് വ്യൂ ജസ്റ്റ് നോർമലി ഡിഫോൾട്ട് സെറ്റിങ്ങിൽ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സോ ഞാൻ എങ്ങനെ ചാർട്ട് സെറ്റ് ചെയ്യുന്നു, ഒരു ട്രേഡിംഗ് ഡേയിൽ ഇരിക്കുന്നതിന് മുന്നേ എന്താണ് ഞാൻ ചാർട്ട് സെറ്റ് ചെയ്യുന്നത്, എന്താണ് അനലൈസ് ചെയ്യുന്നതെന്നല്ല, ചാർട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. സോ ഇന്ന് മൺഡേ ആണ്. ഇതാണ് മൺഡേയിൽ ഇപ്പോൾ പ്രൈസ് ആക്ഷൻ ആണ്. മൺഡേ മാർക്കറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. മാർക്കറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. സോ ഇത്ര നേരമായിട്ട് ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് ഇന്ന് എനിക്ക് ട്രേഡ് കിട്ടുമെന്ന് തോന്നുന്നില്ല. നോട്ട് എ ഗുഡ് ഡേ. സോ ചാർട്ട് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചാർട്ട് എങ്ങനെ ഡ്രോ ചെയ്യാം എന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ, ഞാൻ മൺഡേ ട്രേഡ് ചെയ്യാൻ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് രണ്ട് ട്രേഡിംഗ് ഡേ ആയിരിക്കും അനാലിസിസിൽ മെയിനായിട്ട് നിൽക്കുന്നത്, കമ്പാരിസണൊക്കെ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡേൻ്റെയും വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ആദ്യം കണ്ടുപിടിക്കും. അതിനുപയോഗിക്കുന്ന ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. ആൻഡ് ആ ഡേൻ്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ഒരു വോളിയം പ്രൊഫൈൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ പ്രീവിയസ് ട്രേഡിംഗ് ഡേൻ്റെയും വോളിയം ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് അറിയണം. ഇതിലൂടെ വാല്യൂ ഏരിയ എവിടെ നിന്ന് കിട്ടും? ഇവിടെ ഉണ്ടായിരുന്ന വാല്യൂ ഏരിയ ചെറുതായിട്ട് സെല്ലേഴ്സ് ഒരു പൊട്ടിക്ക് വി എയിൽ താഴ്ത്തി, സെല്ലേഴ്സ് കുറച്ച് സ്ട്രോങ് ആയി ഇവിടെ. സോ വാല്യൂ ഏരിയ സ്ലൈറ്റ്ലി താഴെ വന്നിട്ടുണ്ട്, ഓവർലാപ്പ് ചെയ്ത് ലോവർ സൈഡിലോട്ട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇത്രയൊക്കെയാണ് ഫിക്സഡ് റേഞ്ചിൽ നിന്ന് വളരെ വേഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, നമുക്ക് സെല്ലേഴ്സ് താഴെ ഇറക്കിയെങ്കിലും പ്രൈസ് ആക്ഷൻ നിൽക്കുന്നത് ബൈ സൈഡിലോട്ടാണ്. പ്രൈസ് ആക്ഷൻ ഭയങ്കരമായിട്ട് ഹൈ ആണ്. തേഴ്സ്ഡേ ക്ലോസ് ചെയ്ത് വിടുകയാണെങ്കിൽ ഇത് ഫ്രൈഡേ ക്ലോസ് ചെയ്ത് അപ്പ് സൈഡാണ്, ബയേഴ്സാണ് മേലോട്ട് കൊണ്ട് അപ്പ് സൈഡ് ക്ലോസ് ചെയ്ത്. ആൻഡ് ഓൾസോ നോക്കി കഴിഞ്ഞ തേഴ്സ്ഡേൻ്റെ POC മേലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രൈഡേ ആയപ്പോൾ. സോ പോയിൻ്റ് ഓഫ് കൺട്രോൾ ബയേഴ്സ് കൺട്രോളിൽ എടുത്തിട്ടുണ്ട്. ബട്ട് വാല്യൂ ഏരിയ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറുതായിട്ട് വാല്യൂ ഏരിയ ലോ ഇപ്പോഴും ഡൗൺ സൈഡിലാണ്, എന്ന് വെച്ചാൽ സെല്ലേഴ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ വെള്ളിയാഴ്ച നടന്ന സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷനാണ്. അത് ഓപ്പൺ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓപ്പൺ ഇവിടെ, ക്ലോസും ഇവിടെ ഏകദേശം വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് പ്രൈസ് ആക്ഷൻ ഉള്ളിലേക്ക് സെല്ലേഴ്സും കളിച്ചു, ബയേഴ്സും കളിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് വേഗം പറഞ്ഞു പോവാണ്. ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുക. ആൻഡ് അഗെയിൻ ഇവിടെ നിന്ന് പിന്നെ മാർക്ക് ചെയ്യുന്നത് മൺഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് റെഫറൻസ് പോയിൻറ്റ് ഇതിൻ്റെ VH എന്ന് വെച്ചാൽ ഈ വാല്യൂ ഏരിയ ഹൈ മാർക്ക് ചെയ്യും. വാല്യൂ ഏരിയ ഹൈ ആൻഡ് അഗെയിൻ വാല്യൂ ഏരിയ ലോ, അതുപോലെ POC. ഈ 3 റെഫറൻസ് പോയിൻ്റ് ആയിരിക്കും തിങ്കളാഴ്ച, അടുത്ത ട്രേഡിംഗ് സെഷനിൽ ട്രേഡ് ചെയ്യാൻ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ വേറെ ഇതാണ് PDL എന്ന് പറയും, പ്രീവിയസ് ഡേൻ്റെ ലോ. ഈ ഡേൻ്റെ ലോ പ്രീവിയസ് ഡേ ലോ ആയിട്ട് മാർക്ക് ചെയ്യും. ഓൾസോ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ഹൈയും വാല്യൂ ഏരിയ ഹൈയും കമ്പൈൻ ചെയ്ത് നിൽക്കുകയാണ്. സോ അത് ഞാൻ അടയാളപ്പെടുത്തുന്നില്ല അവിടെ. VH തന്നെയാണ് പ്രീവിയസ് ഡേ ഹൈയും. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ മാർക്ക് ചെയ്യുക. സോ ഇവിടെ നിന്ന് എന്താ കണ്ടെത്തി? വാല്യൂ ഏരിയൻ്റെ കമ്പാരിസൺ കിട്ടി. അതുപോലെ വാല്യൂ ഏരിയൻ്റെ എവിടെയാണ് കഴിഞ്ഞ ട്രേഡിൻ്റെ വാല്യൂ ഏരിയ കണ്ടെത്തി എന്നുള്ള ഡീറ്റെയിൽസ് മാർക്ക് ചെയ്തിട്ടു. ഇതാണ് മേജർ കാര്യം. ആൻഡ് ഇവിടെ നിന്ന് ഈ കണ്ടുപിടിച്ച ഡാറ്റ ഉണ്ടല്ലോ, ഈ ഡാറ്റാസ് വെച്ചിട്ട് എൻ്റേതായിട്ടുള്ളൊരു കൺസോളുണ്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ എൻ്റേതായിട്ടുള്ള വേറൊരു കൺസോളുണ്ട്. അപ്പോൾ ആ കൺസോളാണ് എനിക്ക് അനാലിസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നീ എന്ത് എന്താ ട്രേഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ പിന്നിൽ കുറേ ഡാറ്റാസ് ഉണ്ട്, എൻ്റേതായിട്ടുള്ള കാൽക്കുലേഷൻസ് ആൻഡ് ഈ പറയുന്ന വാല്യൂ ഏരിയ കാൽക്കുലേഷൻ, നേരത്തെ വീഡിയോ ചെയ്ത ഇനീഷ്യൽ ആൻഡ് റെസ്പോൺസീവ് ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള പല കാൽക്കുലേഷൻ ഉണ്ട്. ബട്ട് സിംപ്ലി ഞാനിപ്പോൾ അനാലിസിസിലോട്ടൊന്നും പോകുന്നില്ല, എങ്ങനെ ഞാൻ സെറ്റപ്പ് ചെയ്യുന്നു ചാർട്ട് എന്നത് നോക്കുന്നുള്ളൂ. സോ വാല്യൂ ഏരിയ വരച്ചു, കമ്പയർ ചെയ്തു. ആൻഡ് വാല്യൂ ഏരിയ ഡീറ്റെയിൽസ് എവിടെയാണ് ഇപ്പോൾ വാല്യൂ ഏരിയ എന്ന് മാർക്ക് ചെയ്തു. പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്തു. ഇതാണ് മേജർ ഏരിയാസ്. ഇതല്ലാതെ ഏരിയാസ് ഉണ്ട്, ബട്ട് മേജർ ഏരിയാസ് ഇതായിരിക്കും. ആൻഡ് അഗെയിൻ ഇവിടെ കിട്ടിയ ഡാറ്റാസ് ഞാൻ എൻ്റെ കൺസോളിൽ കൊടുക്കണം. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസം വെള്ളിയാഴ്ച നടന്ന ആക്ച്വലി അപ്സൈഡ് ഡയറക്ഷനാണ്. സെല്ലേഴ്സും ബയേഴ്സും മാർക്കറ്റിൽ, ബയേഴ്സ് POC കൊണ്ടുപോയി സെല്ലേഴ്സ് VIL താഴോട്ടും ഷിഫ്റ്റ് ചെയ്തു. അത് രണ്ടും ചെയ്തെങ്കിലും ആക്ച്വലി പ്രൈസ് ആക്ഷനോ ക്ലോസിംഗ് പ്രകാരം നോക്കും പ്രൈസ് ആക്ഷൻ അപ്പ് സൈഡിലോട്ടാണ്. സോ എൻ്റെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്യുന്നത് അപ്പ് സൈഡിലോട്ടായിരിക്കും. ആൻഡ് വോളിയം നോക്കുകയാണെങ്കിൽ ഇതിൽ വോളിയം നമുക്കറിയണം. സോ അതിന് വേണ്ടിയിട്ട് ടോട്ടൽ വോളിയം ഞാൻ ഉപയോഗിക്കാറുണ്ട്, വോളിയം ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറുണ്ട്. സോ 1 ഡേ ടൈം ഫ്രെയിമിലെ ടോട്ടൽ വോളിയം നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ മൺഡേ വർക്കിംഗ് ക്യാൻഡിലാണ്, സ്കിപ്പ് ഇറ്റ്. ഇത് ഫ്രൈഡേ, തേഴ്സ്ഡേ. സോ ഫ്രൈഡേൻ്റെ വോളിയം കമ്പയറിങ് ടു തേഴ്സ്ഡേ ലോവറാണ്. ഇവിടെ താഴത്തെ വോളിയം ബാർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ വോളിയം ബാർ യൂസ് ചെയ്യുള്ളൂ.
ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത വോളിയം ബാർസ് ഇത് കാണാം. നമ്മളെ ജസ്റ്റ് മിസ്ഡയറക്ഷൻ ചെയ്യാൻ മാത്രം വോളിയം ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത് മാത്രമേ മനസ്സിലാക്കുള്ളൂ. പക്ഷേ വോളിയം അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. കമ്പയറിങ് ടു തേഴ്സ്ഡേ, ഫ്രൈഡേൻ്റെ വോളിയം ലോ ആണ്, കുറവാണ്. താഴത്തെ വോളിയം ബാർ നോക്കിയാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അതിലൂടെ. ആൻഡ് ബാക്ക് ടു 15 മിനിറ്റ്. സോ വോളിയം കുറവാണ്. ആൻഡ് കൺസോളിലെ വോളിയം കുറവാണ്. എവിടെ വോളിയം ലോവറാണ്. ആൻഡ് നേരത്തെ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചാണ്. ആൻഡ് എന്താണ് ഓവർലാപ്പിംഗ്, ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. ഓവർലാപ്പിംഗ് ലോവറാണ് വാല്യൂ വരിക. കമ്പയറിങ് ടു തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ത് ചെയ്തു ഓവർലാപ്പ് ലോവർ സൈഡിലോട്ട് ഓവർലാപ്പ് ചെയ്ത് കയറിപ്പോയി. ഇതാണ് ഫ്രൈഡേൻ്റെ വാല്യൂ വരിക കമ്പാരിസൺ. ആൻഡ് ഓവർലാപ്പിംഗ് ലോ. ആൻഡ് ഡേ ടൈപ്പ് ഉണ്ട്. ഡേ ടൈപ്പ് എനിക്ക് 2 ഡേ ടൈപ്പ് ഉണ്ട്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഡേ ടൈപ്പ് ഉണ്ട്. ആൻഡ് ഇത് രണ്ടും അല്ല, ഇൻസൈഡും അല്ല ഔട്ട്സൈഡും അല്ല ഈ ഒരു വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻസൈഡ് ഡീറ്റെയിൽസ്, ഔട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ആൻഡ് അഗൈൻ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കും. റൊട്ടേഷൻ ഫാക്ടർ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്, ഒരു ഓപ്ഷൻ റൊട്ടേഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ് സൈക്കിളാണ്. ബട്ട് ടു ഫൈൻഡ് ഔട്ട് RF റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ 1 അവർ എന്നുള്ള ടൈം ഫ്രെയിമാണ് കൂടുതൽ കോൺഫിഡൻസ് ബെറ്റർ ആയിട്ട് തരുന്നത്. സോ 1 അവറിലോട്ട് ഞാൻ പോകും. 1 അവർ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യണം. 1 അവർ ടൈം ഫ്രെയിമിൽ ഇതാണ് ഈ ഒരു ഡേൻ്റെ ടൈം റൊട്ടേഷൻ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ട്രേഡ് ടു മൺഡേ. മൺഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളിയാഴ്ചത്തെ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി കണ്ടുപിടിക്കുന്നത് 1 അവറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ഓരോ ഹയർ ഹൈയിലേക്കും എന്ന് വെച്ചാൽ ഓരോ ക്യാൻഡിൽ നിന്ന് കമ്പയർ ചെയ്യണം. കമ്പയറിങ് ടു പ്രീവിയസ് ക്യാൻഡിൽ. ഇതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഒഴിവാക്കി സെക്കൻഡ് ക്യാൻഡിൽ എടുക്കുക. സെക്കൻഡ് ക്യാൻഡിൽ കമ്പയറിങ് ടു ഫസ്റ്റ് ക്യാൻഡിൽ. നേരത്തെ നമ്മൾ വെള്ളിയാഴ്ച കമ്പയറിങ് ടു വ്യാഴാഴ്ച ചെയ്ത പോലെ സെക്കൻഡ് ക്യാൻഡിൽ കമ്പയറിങ് ടു ഫസ്റ്റ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ ഹയർ ഹൈ ആണ്. സോ ഹയർ ഹൈന് ഒരു സ്കോർ ഉണ്ട്, +1 എന്നുള്ള സ്കോർ കൊടുക്കാം. അതുപോലെ ലോവർ ഹൈ ആണെന്നുണ്ടെങ്കിൽ -1. അതുപോലെ ഇതെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് +1 -1 എന്ന് കാൽക്കുലേറ്റ് പോവുക. ആൻഡ് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ലോ ആണെന്നുണ്ടെങ്കിൽ -1, ഹയർ ലോ ആണെന്നുണ്ടെങ്കിൽ +1. ആ രീതിയിൽ താഴെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. റൊട്ടേഷൻ ഫാക്ടറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ ചാർട്ടിങ് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ടോപ്പിക് ചാർട്ട് സെറ്റപ്പ് ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നു. സോ ഇതെല്ലാം +1 -1 ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ബോത്ത് ഹൈ എന്നൊരു വാല്യൂ കിട്ടും, ലോ എന്നൊരു വാല്യൂ കിട്ടും. രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അതാണ് റൊട്ടേഷണൽ ഫാക്ടർ വാല്യൂ. ഓക്കെ. ആൻഡ് ആ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് +7 to 9 ഇതിനിടയിൽ ഒരു വാല്യൂ ആണ്. സോ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഞാൻ മൺഡേ അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും. മൺഡേ ഞാൻ ലോങ് മാത്രമാണ് ചെയ്യേണ്ടത്. 50% സൈസ് യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റേതായിട്ടുള്ള കൺസോളാണ്. എനിക്കൊരു ലോഡ് സൈസ് ഉണ്ട്, അതിൻ്റെ 50% യൂസ് ചെയ്താൽ മതി. സോ എൻ്റെ എൻട്രി എവിടെ ആയിരിക്കണം? VAL ഓർ PDL അല്ലെങ്കിൽ ബുള്ളിഷ് 30 മിനിറ്റ് POC, 4 അവർ ഓർ 1 അവർ ഫെയർ വാല്യൂ ഓർ 2 അവർ ഓർഡർ ബ്ലോക്ക്. ഇതൊക്കെയാണ് എൻ്റെ എൻട്രി കാറ്റഗറി ആയിട്ട് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന കൺഫർമേഷൻ വെച്ചിട്ട്. ആൻഡ് ഇതിനെല്ലാം ബാക്കിൽ ഇതിനെല്ലാം ബാക്കിൽ കുറേ കോൺഫ്ലുവൻസസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെന്നുള്ള കാര്യം വാട്ടെവർ. അപ്പോൾ സോ ഈ സൈസ് ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് അഗെയിൻ ഇതൊക്കെയാണ് എൻട്രി പോയിൻ്റ് എങ്കിലും ആ എൻട്രി പോയിൻ്റ് ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ടാവും. ആൻഡ് ഈ കൺഫർമേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ സെറ്റപ്പ്. സോ ഇതിൽ പറഞ്ഞ കൺസോൾ പ്രകാരം വെർഡിക്റ്റ് പ്രകാരം VAL PDLലായിരിക്കും എൻട്രി വരുന്നത്. സോ എൻ്റെ എൻട്രി നിൽക്കുന്നത് ഏകദേശം ഈ VAL PDL സൈഡിലായിരിക്കും. ഇവിടേക്കൊന്നും മൺഡേ പ്രൈസ് റേഞ്ച് എത്തിയിട്ട് പോലുമില്ല. സോ അതുകൊണ്ടാണ് മൺഡേ ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞത്. സോ ടിപ്പിക്കലി എൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് ലോങ് ബയാസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് VAL ടു ടാർഗറ്റ് ടു VH. ഈ വാല്യൂ ഏരിയ മീൻസ് നമുക്കറിയാം വെർഡിക്റ്റ് ടാർഗറ്റ് ആണെന്നുണ്ട്. അതിനെല്ലാം പിന്നിൽ കുറേ തിയറീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഏരിയ ലോ ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഏരിയ ഹൈ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് അഗെയിൻ വാല്യൂ ഏരിയ ഹൈ സെല്ലേഴ്സ് ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ വാല്യൂ ഏരിയ ലോ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇടയിൽ POC വേറെ തന്നെ ഒരു കളി കളിക്കും. അങ്ങനെ കുറേ ചാൻസസ് ഉണ്ട്. സോ ഇതായിരിക്കും എൻ്റെ ട്രേഡ്. അല്ലെങ്കിൽ PDL എന്നായിരിക്കും എൻ്റെ ട്രേഡ്. PDL എന്നാകുമ്പോൾ എനിക്ക് നല്ലൊരു ടാർഗറ്റ് VH അഗെയിൻ ഒരു നല്ലൊരു ടാർഗറ്റ് കൂടെ കിട്ടും. ആൻഡ് ഇതൊക്കെയായിരിക്കും ഞാൻ സെറ്റപ്പ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതായിരിക്കും ബേസിക് ഞാൻ ചാർട്ട് നോക്കുന്ന. ഓറൽസ് വേറെ രീതിയിലുള്ളൊരു SMA RSI മൂവിങ് ആവറേജ് അതൊന്നും നോക്കുന്നില്ല. സോ റോ ആയിട്ട് വോളിയം ഡിസ്ട്രിബ്യൂഷൻ, റെസ്പോൺസീവ് ആൻഡ് ഇനിഷ്യേറ്റീവ് ആക്ടിവിറ്റി ആൻഡ് റൊട്ടേഷൻ ഫാക്ടർ കാൽക്കുലേഷൻ, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ചെക്കിങ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ.